ഇന്ന് ഓഗസ്റ്റ് 5 എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. 4 അവറിന്റെ ചാർട്ട് നോക്കുമ്പോൾ ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 4 അവറിന്റെ ഓവറോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് സ്വിംഗ് സ്ട്രക്ചർ ബെയറിഷ് മാർക്കറ്റിലാണ് താഴോട്ട് ബ്രേക്ക് കിട്ടി. അതിനുശേഷം കറന്റ് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്റേണൽ സ്ട്രക്ചർ അപ് ട്രെൻഡിലേക്കാണ്. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്ന് ഈ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് നമുക്ക് 2-3 കുറച്ച് ദിവസമായിട്ട് ഒരു സൈഡ് വേസിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ്സ് എടുക്കുക. അപ്പോൾ ഇന്നലെ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പോൾ കറന്റ് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ഈ ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്ലൈ സോണിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷമുള്ള ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം ഒന്നല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്നോ 4 അവറിന്റെ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ റിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്നോ നമുക്ക് അപ്പ് മൂവ്മെന്റ് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് നമുക്ക് ഒരു പുൾ ബാക്ക് കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനായിരിക്കും ചാൻസ്. ഇനി ഇൻട്രാഡേ ബേസിസിൽ നമ്മൾ 15 മിനിറ്റ്സിന്റെ ചാർട്ട് നോക്കുമ്പോൾ 15 മിനിറ്റ്സിന്റെ നമുക്ക് സ്വിംഗ് സ്ട്രക്ചർ അപ് ട്രെൻഡിലേക്ക് ഇവിടെ ഷിഫ്റ്റ് കിട്ടി. അതിനുശേഷം ഈ ഒരു സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്കിന്റെ പുൾ ബാക്ക് ഫേസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേ ബേസിസിൽ നമുക്ക് ഈ ഒരു 4 അവറിന്റെ സപ്ലൈ സോണിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് താഴോട്ട്, അതായത് 15 മിനിറ്റ്സ് ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെൽ എൻട്രീസ് നോക്കാം. അതിനുശേഷം ഈ ഒരു 4 അവറിന്റെ ഈ ഒരു ഡിമാൻഡ് സോണിൽ എത്തിയതിനു ശേഷം നമുക്ക് ഇന്റേണൽ ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ ബൈ എൻട്രീസ് നോക്കിയിട്ട് പിന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്കുള്ള ബൈ എൻട്രീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതല്ല, ഇതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബൈ എൻട്രീസ് വീണ്ടും അപ് ട്രെൻഡിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്ത്, അതായത് ഈ ഒരു ഇന്റേണൽ ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബൈ എൻട്രീസ് നോക്കാം. ഈ ഒരു സപ്ലൈ സോണിനെ റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. കാരണം 4 അവറിന്റെ ഈ ഒരു ഇന്റേണൽ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനായിരിക്കും ചാൻസ്. അപ്പോൾ 15 മിനിറ്റ്സിന്റെ ഇന്റേണൽ ട്രെൻഡ് എങ്ങനെയാണോ മൂവ് ചെയ്യണത് അതിന്റെ ബേസിസിൽ നമുക്ക് ഇൻട്രാഡേ ബേസിസിൽ ട്രേഡ്സ് എടുക്കാം. ഫൈൻ ലൈഫ് ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയി ഓരോ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഫോറക്സ്, കറൻസി, ക്രിപ്റ്റോ, പിന്നെ ഇന്ത്യൻ സ്റ്റോക്സിന്റെയും കമ്മ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അതിലൂടെ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ഫൈൻ ലൈഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.